രാഹുൽ, ഇപ്പോൾ 4 വർഷം സർക്കാർ ഒന്നും ചെയ്തില്ല, DGPയും ഒന്നും ചെയ്തില്ല. കമ്മിറ്റിയുടെ കണ്ടെത്തലുകളോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്നെങ്കിലും പറയാമായിരുന്നു, അതും ചെയ്തില്ല. ലഥാർജിക് എന്നാണ് സർക്കാരിനെ കോടതി വിമർശിച്ച് പറഞ്ഞിരിക്കുന്നത്. ഉദാസീന സമീപനം, മടി പിടിച്ച സർക്കാർ എന്ന്. എന്താണ് ഇന്നത്തെ കോടതി ഉത്തരവിനോട് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? സ്മൃതിജി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ്, ആ വിധി നമ്മളെല്ലാം ലീഗലി ബൗണ്ടായി സ്വീകരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അതോടൊപ്പം ഒരുപക്ഷെ ഈ ചർച്ചകളിൽ ഹൈലൈറ്റ് ചെയ്യാത്ത 2-3 കാര്യങ്ങൾ കൂടെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മാധ്യമ വിചാരണ പാടില്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മീഡിയ ബ്രീഫിംഗ് പാടില്ല. രഹസ്യാത്മകത സൂക്ഷിക്കണം. പരാതിക്കാരുടെയോ പ്രതികളുടെയോ വിവരങ്ങൾ പുറത്തുവിടരുത്. ഇത് വളരെ പ്രധാനമാണ്. ഒരു ലീഗൽ പ്രീസിഡന്റ് കൂടെയാണ്. പരാതിക്കാരുടെ മാത്രമല്ല, പ്രതികളുടെയും വിവരങ്ങൾ പുറത്തുവിടരുത്. മാധ്യമ വിചാരണ എക്കാര്യത്തിൽ പാടില്ല. മൊഴി നൽകിയവർക്ക് പരാതി ഇല്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കാനോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വേണം എന്ന വാദഗതി ഒന്നും കോടതി അംഗീകരിച്ചില്ല. പക്ഷേ മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അതിനായി പ്രത്യേക ഉത്തരവ് ഇറക്കേണ്ടതില്ലെന്നുമാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, നമ്മുടെ AG കോടതിയിൽ പറയുന്ന ഒരു പ്രത്യേക കാര്യം ഉണ്ടായി. ഹൈക്കോടതിയിലാണ് പറയുന്നതെന്ന് കൂടെ ഓർക്കണം. പ്രശസ്തിക്ക് വേണ്ടി പല ഹർജികളും വരുന്നു എന്ന് നമ്മുടെ AG ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറയുകയും ചെയ്യും. അതുകൊണ്ട് ഇത് സന്തുലിതമാണ്. ശരിയാണ്, ഞാൻ അടക്കം എടുക്കുന്ന നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതല്ല, സ്മൃതി മാഡം അടക്കം പറയുന്ന നിലപാടുകളോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ് ഹൈക്കോടതി വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. ഭാഗത്ത് നിന്ന് ആദ്യം വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ആദ്യ ഭാഗത്തേക്ക് കൂടി ഒന്ന് പോയാൽ കൊള്ളാമായിരുന്നു. സംശയമില്ല. ആദ്യ ഭാഗം ഓൾറെഡി വളരെ കാര്യമായി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ മാധ്യമങ്ങൾ ആദ്യ ഭാഗങ്ങൾ കാര്യമായി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. കോടതി തീർച്ചയായിട്ടും കൂടുതൽ ലീഡ് ചെയ്യുന്നത് ഒരു പക്ഷേ അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടെന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന നിലപാടിനോടൊപ്പമാണ്. അതിനോട് ബഹുമാനത്തോടെ യോജിക്കുന്നു. പക്ഷെ അതോടൊപ്പം കോടതി ഇത്തരം കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു മാധ്യമങ്ങൾ ഇത് നന്നായി കൈകാര്യം ചെയ്യുമെന്ന് അറിയാം. ഇതിനു മുമ്പ് കൈകാര്യം ചെയ്ത സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോടതി പറയുന്നത് ആത്മനിയന്ത്രണം വേണം. ശരിയാണ്, താങ്കൾ ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ ഒരിക്കലും ഒരു വേട്ടക്കാരനെ ഞങ്ങളിതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നിട്ടില്ല. ഇവിടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഇരകളാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചെങ്കിലും കുറേ പേർ വരുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ കൊടുക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഉണ്ടാകുമ്പോൾ ആ വാർത്ത കൊടുക്കുക, അതിൽ കോടതിയിലുണ്ടാകുന്ന നടപടിക്രമങ്ങൾ വിശദീകരിക്കുക. ഇത് മാധ്യമങ്ങളുടെ ചുമതലയാണ്. അതിലപ്പുറം ചെയ്യുന്നവരുണ്ടാകാം. അത്തരം ചില മഞ്ഞ പത്രങ്ങളും മഞ്ഞ ഓൺലൈൻ സംവിധാനങ്ങളും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. അവർക്കായിരിക്കാം ആ വിമർശനം കേൾക്കേണ്ടി വരിക. സാധാരണ മാധ്യമങ്ങൾ ആ രൂപത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. രാഹുൽ, ഒരു മിനിറ്റ്. രാഹുൽ, ഇവിടെ സർക്കാരിനോട് ആവർത്തിച്ച്, ഇവിടെ മാധ്യമങ്ങളായാലും പ്രതിപക്ഷമായാലും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് നടപടിയിലേക്ക് കടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താണ് സർക്കാർ പറഞ്ഞത്? അവിടെ ഇരകളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നാണ്. അവിടെയാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആ നിർദ്ദേശങ്ങൾ, ഹേമ കമ്മിറ്റിയുടെ ഭാവിയിലേക്ക് നടത്തേണ്ട നിർദ്ദേശങ്ങൾ, രാഹുൽ എപ്പോഴും ഊന്നിരുന്ന കാര്യമാണല്ലോ, അതവിടെ നിൽക്കട്ടെ. അതിലപ്പുറം അതിൽ കുറ്റകൃത്യങ്ങൾ, ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ എന്ത് നടപടിയെടുത്തു, FIR ഇടേണ്ട കേസുകളിൽ എന്ത് നടപടിയെടുത്തു എന്ന് കോടതി ചോദിച്ചോ? അവിടെയാണ് പുറത്തെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്താൻ ഇവിടെ പ്രഖ്യാപിച്ച SITക്ക് മുഴുവൻ തെളിവുകളും കൈമാറൂ, ആ SIT 2 ആഴ്ചക്കകം അന്വേഷണ പ്രാഥമിക റിപ്പോർട്ട് കോടതിക്ക് നൽകണം, കോടതി എല്ലാം നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് രാഹുൽ. അതോടൊപ്പം കോടതി പറഞ്ഞു, ആ തിടുക്കത്തിൽ നടപടികൾ വേണ്ട. ഈ 2 ആഴ്ചക്കുള്ളിൽ ഓണാവധി കഴിഞ്ഞ് ഒക്ടോബർ 3 ചേരുമ്പോൾ എന്ത് നടപടികളാണ് ഈ കാര്യത്തിൽ എടുക്കാൻ കഴിയുക എന്ന് കൂടി കോടതി ഓർപ്പിക്കണം. അവിടെയാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊരു റെസ്ട്രെയിന്റ് വേണമെന്ന് മാത്രമാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് പേര് അഭ്യർത്ഥിക്കുന്നത്. കാര്യം എത്രയോ വ്യാജ കേസുകൾ പൊളിഞ്ഞു വീഴുന്ന കണ്ടു. റിപ്പോർട്ടർ ടിവിയിൽ അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ നിവിൻ പോളിയുടെ കേസ് 2015 തുടങ്ങിയ ഹോട്ടലിൽ 2012 പീഡിപ്പിച്ചു എന്ന് പറയുന്ന രഞ്ജിത്തിനെതിരെയുള്ള വ്യാജ കേസ്. ഇത്തരം കാര്യങ്ങളില്ലേ? ഉറക്കച്ചൂടെ ഉള്ളത് കാരണം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ട ഡേറ്റ് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പോലും കേരളത്തിലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഉറക്കച്ചവടോട് കൂടിയാണ് വൈകിട്ട് പ്രൈം ടൈമിൽ വന്നിരുന്നത്. അതായത് നമ്മുടെ പ്രധാന ചർച്ചകൾ നടക്കുന്ന താങ്കളെല്ലാം കൂടി ജനറലൈസ് ചെയ്ത് സംസാരിക്കരുത്. അവിടെ നിവിൻ പോളി ആയാലും ഇവിടെ നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ കൃത്യമായി കൊടുക്കുകയും അതിൽ സത്യമുണ്ട് എന്ന് തോന്നിയ കാര്യങ്ങളിൽ, വ്യാജ ആരോപണങ്ങളാണ് എന്ന് തോന്നിയ കാര്യങ്ങളിൽ ആ സമയത്ത് കൃത്യമായി മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നേ. താങ്കൾ അതിൽ ഊന്നാതെ താങ്കൾ ഈ കോടതി ഉത്തരവിലെ ഏറ്റവും അന്തസത്തയിലേക്ക് വരൂ രാഹുൽ. ഇവിടെയാണ് ശ്രീമതി സ്മൃതി ഈ അവധാനത മതിയെന്ന് മാത്രമാണ് സ്മൃതിയുടെ നിലപാടിനോട് യോജിപ്പില്ലാത്തവർ പോലും പറയുന്നത്. അതായത് നിങ്ങളുടെ നിലപാടിനോട് യോജിപ്പില്ലാത്തവരാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് പേർ. പക്ഷേ അവര് പോലും റിക്വസ്റ്റ് ചെയ്യുന്നത്, ശ്രീ മോഹൻലാൽ എന്ന മഹാനടൻ ഏറ്റവും താഴ്മയോടുകൂടി മാധ്യമങ്ങളോടും റിക്വസ്റ്റ് ചെയ്ത് ഇത് തന്നെയല്ലേ? അദ്ദേഹം തെറ്റുകൾ പറ്റിയിട്ടില്ലെന്നല്ലോ പറഞ്ഞത്. പക്ഷെ സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കണം. നിങ്ങൾക്ക് അന്യരല്ല. നമുക്ക് നവീകരിക്കാം, നശീകരിക്കരുത്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനു വേണ്ടിയാണ്? സിനിമാ രംഗത്തെ നവീകരിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ടാണ്. അത് നശീകരിക്കാൻ വേണ്ടി ആവരുത്, നശിപ്പിക്കാൻ
നശിപ്പിക്കാൻ വേണ്ടി ആവരുത് എന്ന് രാഹുൽ ഈശ്വർ അല്ല, മലയാളത്തിന്റെ ഏറ്റവും വലിയ മഹാനടൻ ഏറ്റവും താഴ്മയോടുകൂടി മാധ്യമ സുഹൃത്തുക്കളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കുന്നത് ഇത് നന്നാക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. പക്ഷെ ഇത് നശിപ്പിക്കാനും സിനിമാ രംഗത്തെ കരിമാനത്തേക്കാൻ ഒരു വരി കൂടെ പറയാം. 48-ാം പേജ് 95-ാം പാരാഗ്രാഫിന്റെ അവസാന വരി ഹേമ മാഡം തന്നെ പറയുന്നുണ്ട്, സിനിമാ മേഖലയെ മുഴുവൻ മോശമാണ് നമ്മൾ ചിത്രീകരിക്കരുത്, സിനിമാ മേഖലയെ മുഴുവൻ കരിവാരത്തേക്കരുത്. ഇത് രാഹുൽ ഈശ്വർ വാചകങ്ങളല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 48-ാം പേജ് 95-ാം പാരഗ്രാഫിൽ അവർ തന്നെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരെയും കരിവാരത്തേക്കാനുള്ളൊരു ഉപാധിയായി ചിലർ ഉപയോഗിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞില്ല, ചില വ്യാജ പരാതിക്കാരായിരിക്കാം, ചില പ്രശസ്തിക്ക് വേണ്ടിയോ ബ്ലാക്ക് മെയിലിന് വേണ്ടിയോ റോൾ കിട്ടാത്തവരോ ആയിരിക്കാം. അങ്ങനെ എത്രയോ കേസുകൾ വരികയുണ്ടായി. ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിൽ ഏറ്റവും വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റകൃത്യങ്ങളിൽ അവിടെ കുറ്റകൃത്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാകുന്നു എന്നാണ് കോടതി പറഞ്ഞത്. തെളിവുകളെല്ലാം സർക്കാരിന്റെ പക്കലാണല്ലോ, അത് ഈ സീൽ വെച്ച കവർ ഞങ്ങൾ തുറക്കുന്നില്ല, അത് ഡി ജി പിക്ക് തന്നെ ഇരിക്കട്ടെ, അത് SITക്ക് കൈമാറൂ എന്നാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുക്കണമെന്ന കോടതി ഉത്തരവിനോട് എങ്ങനെ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ കോടതി അങ്ങനെയല്ല പറഞ്ഞത്, അതിനൊരു ന്യൂവാൻസ് ഉണ്ട്. രണ്ട്, ഇത് തെളിവുകൾ എന്നുള്ള കാര്യം വിളിക്കാൻ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം. ഇത് ഇപ്പോൾ ആരോപണമോ പരാതി സ്റ്റേജിലേ ആയിട്ടുള്ളൂ. ഇത് തെളിവാണെന്നൊക്കെയുള്ള വാക്കുകൾ, എവിഡൻസ് എന്നൊക്കെയുള്ള വാക്കുകൾ വിളിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകണം. രണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് ആയി ഇതേ ചാനലിൽ തന്നെ ഭാഗ്യലക്ഷ്മി അടക്കമുള്ള മാഡം അടക്കമുള്ളവർ പറഞ്ഞില്ലേ, ഫ്യൂച്ചറിസ്റ്റിക് ആയുള്ള നിലപാടുകളാണ് നമുക്ക് വേണ്ടത്, പഴയ കേസിന്റെ പേരുള്ള പ്രശ്നങ്ങളല്ല. അല്ലെങ്കിൽ ശ്രീമതി രേവതിയുടെ നിലപാട് എന്താണ്? അന്വേഷണം വേണമല്ലോ രാഹുൽ ഈശ്വർ. അന്വേഷണം നടക്കാത്തത് എന്താ എന്നാണല്ലോ കോടതി ചോദിച്ചത്. കോടതിയല്ലല്ലോ അന്വേഷണം നടത്തുന്നത്. കോടതി ചോദിച്ചിരിക്കുന്നത് എന്താണ്? SIT, ഇവിടെ പുറത്തെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ വന്നിരിക്കുന്ന SIT, ആ പുറത്തെ വെളിപ്പെടുത്തൽ മാത്രമല്ല, ഇതിനകം തന്നെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന, അകത്ത് കൊടുത്തിരിക്കുന്ന മൊഴികളിൽ അന്വേഷണം നടത്തണം. സംശയമില്ല, എല്ലാ അന്വേഷണങ്ങളും സ്വാഗതാർഹമാണ്. പക്ഷെ എന്തൊക്കെയാണ് ഉള്ളിലെ കോണ്ടന്റ് എന്ന് അറിയില്ല. പല റിപ്പോർട്ടുകളും പറയുന്നത് വ്യക്തികളുടെ അനുഭവങ്ങൾ മാത്രമാണ്, പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല, ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല. ഹേമ മാഡം സ്വന്തമായിട്ടാണ് എടുത്ത് ടൈപ്പ് ചെയ്തത് പോലും. രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണാത്ത പേജുകളുണ്ട്. നമ്മൾ കാണാത്ത പേജുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സൂചിപ്പിക്കുന്ന കൃത്യമായ വിവരങ്ങളുണ്ട്. അതിലാണ് കുറ്റകൃത്യങ്ങളുടെ വിശദീകരണമുള്ളത്. ഇല്ലല്ല, കോടതിക്കറിയാം, കോടതി പറഞ്ഞല്ലോ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ പറ്റി പരാമർശമുണ്ട്, അതിന്മേൽ അന്വേഷണം എന്തായി എന്നാണ് കോടതി ചോദിക്കുന്നത്. 4.5 വർഷം എന്തു ചെയ്തു എന്നുള്ള ചോദ്യം താങ്കൾക്ക് ബോധ്യമായില്ല എന്നാണോ ശ്രീമതി അജിത? ചോദ്യം പ്രസക്തമാണ്, സംശയമില്ല, കോടതിയുടെ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അവധാനതയോടുകൂടി സന്തുലിതമായി പോകണം. സന്തുലിതം എന്നൊന്നുമില്ല അന്വേഷണത്തിൽ. എന്ത് സന്തുലിതം? മാധ്യമങ്ങളോട് സംയമനം പാലിക്കണമെന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തോട് സംയമനം പാലിക്കണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല കേട്ടോ. ശ്രീമതി അജിത, അങ്ങനെ അന്വേഷണ സംഘത്തിന്റെ പേരിൽ ഫോഴ്സ് ചെയ്യുന്ന ഒരു സംവിധാനവുമില്ല, പുറത്തുവിടാറില്ല അന്വേഷണ സംഘം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.